അത്രയും ഇൽമിൽ ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന സഹാബിയാണ് സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ആ ഒരു പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞത്. കാരണം അദ്ദേഹം വായിച്ചല്ലോ മുഖദ്ദിമയിൽ ഷാഫി മദ്ഹബുകാരനാണ്. ഷാഫി മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കിതാബ് രേഖപ്പെടുത്തിയത്, ഈ പദ്യം അദ്ദേഹം ഉണ്ടാക്കിയത്. നമ്മൾ കഴിഞ്ഞ മജ്ലിസിൽ പഠിച്ചു എന്ത്, ഷാഫി മദ്ഹബ് എവിടുന്ന വന്നത്, ഏത് സഹാബിയിൽ നിന്നാണ്? സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഹിജാസിലല്ലേ, മക്കയിലാണ്. അപ്പം ആ ഷാഫി മദ്ഹബിൻ്റെ തുടക്കം നിസ്ബ എവിടത്തേക്കാണ്? സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിലേക്കാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ല ഫറായിലിൻ്റെ വിഷയത്തിൽ, ഇൽമുൽ ഫറായിലിൻ്റെ മസ്അലയിൽ സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനാണ് പിൻപറ്റിയത്. അപ്പോൾ ഓരോ സഹാബിക്കും ഓരോ മസ്ലക്കുണ്ട്, ഓരോ രീതിയുണ്ട്. സയ്യിദ് ബിൻ സാബിത്ത് റളിയല്ലാഹുവിൻ്റെ രീതിയാണ് ഇമാം